ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒത്തിരി പേർക്ക് അച്ചാറുകളൊക്കെ ഇഷ്ടമാണ്. അത് മീനച്ചാറാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു മീനച്ചാറാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് കുറേ നാൾ കേടുകൂടാതൊക്കെ ഇരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മീനച്ചാർ അങ്ങ് തയ്യാറാക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മീനിലേക്ക് കുറച്ച് മസാലകൾ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ മീനച്ചാറിന് വേണ്ടി ഈ ഒരു വലുപ്പത്തിലായിരിക്കണം നമ്മൾ മീൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഏകദേശം 1.25 കിലോയ്ക്ക് അടുത്തുള്ള മീൻ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് ഈർപ്പം കളഞ്ഞിട്ട് അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. ഇത്രയും തേച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഈ മീനിലേക്കൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കാം. അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുന്നത് നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂറിൽ കൂടുതൽ മാറ്റി വെക്കാൻ പോവുകയാണ്. അതിൽ കൂടുതൽ മാറ്റി വെക്കുകയാണ്, അതായത് 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ മീനെടുത്ത് ഫ്രിഡ്ജിലൊന്ന് വെച്ചേക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഈ മീനെടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മീനിട്ട് വറുത്ത് കോരുകാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതൊരു 3-4 പാർട്സ് ആക്കിയാണ് ഞാനിത് അച്ചാറിന് വേണ്ടിയുള്ള മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ എടുക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, നല്ലെണ്ണ, സൺഫ്ലവർ ഓയിൽ, ഇതിലേത് വേണമെങ്കിലും നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ ഈ അച്ചാർ കൂടുതൽ കാലം സൂക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കനിപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലാതെ ടേസ്റ്റ് വൈസ് ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇപ്പം നമ്മൾ അച്ചാറിൻ്റെ ആദ്യത്തെ സെറ്റ് മീൻ ഫ്രൈ ആയിട്ടുണ്ട്. അതുപോലെ മീൻ ഫ്രൈ ചെയ്യുമ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് മൂത്ത് പോവുകയും ചെയ്യരുത് നമ്മളുടെ മീൻ ഫ്രൈ ചെയ്യുമ്പം. എന്നാൽ ഒട്ട് നന്നായിട്ട് മൂത്ത് കിട്ടുകയും വേണം. ആ ഒരു പരുവത്തി വേണം. അപ്പോൾ ഞാൻ മീനെല്ലാം ഒരു 3-4 സെറ്റായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ എടുത്തിരിക്കുന്ന എണ്ണ വെച്ചിട്ട് തന്നെയാണ് മീൻ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അച്ചാർ ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ എണ്ണ ഞാൻ അരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അല്ല എങ്കിൽ നമ്മൾ അച്ചാർ ഇടുമ്പോൾ വേറൊരു കവർപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനിയും ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. നല്ലതായിട്ട് ചേർത്തോളുക. ഞാൻ സാധാരണ അച്ചാർ ഇടുമ്പോൾ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറുണ്ട്. ഇപ്പം ഒരു 3-4 കുടം വെളുത്തുള്ളിയും 2 വലിയ പീസ് ഇഞ്ചിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്നും മൂപ്പിച്ചെടുക്കാം. പകുതി മൂത്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യമേ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തവി വെച്ച് ഇളക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കിലുങ്ങുന്ന ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ ഓവറായിട്ടൊന്ന് മൂത്ത് പോവുകയും ചെയ്യരുത്. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉലുവ പൊടി, അതേ അളവിൽ തന്നെയുള്ള കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂണിനടുത്തുള്ളത്. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ അത് എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 3.25 ടേബിൾ സ്പൂണിനടുത്തുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന മീനെന്ന് പറയുന്നത് ഏത് തരം മീൻ വെച്ചിട്ട് നമുക്ക് ഈ അച്ചാർ ഇടാവുന്നതാണ്. പിന്നെ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഗ്ലാസ്സിനുള്ള വിനാഗിരിയാണ്. അപ്പോൾ ഏകദേശം ഒരു 6-7 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഇതിലേക്ക് ചേർത്തു. അതിന് ശേഷം മീനാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എന്താ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് നമ്മൾ ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ മീനച്ചാർ തയ്യാറാക്കാം. പക്ഷേ ദശക്കട്ടിയുള്ള മീനായിരിക്കണം. അതുപോലെ ചെറിയ മീൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മീനച്ചാർ തയ്യാറാക്കാം. അതായത് നെത്തോലി, മത്തി, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മീനച്ചാർ തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഈ മീനെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേന് നമ്മുടെ മീനച്ചാർ റെഡിയായി. എന്ത് എളുപ്പമാണ് നമ്മുടെ ഈ മീനച്ചാറൊക്കെ. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇതിൽ ഈ ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവസാനമാണ് ഉപ്പിട്ടത്. കാരണം നമ്മൾ മീനൊക്കെ വറക്കുമ്പം നമ്മൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് മീനൂടൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീനച്ചാർ തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഈ ഒരു അച്ചാർ മാത്രം മതി. ഒരു പ്ലേറ്റ് ചോറ് നമ്മൾ ഈ അച്ചാറും കൂട്ടി കഴിക്കും.
അപ്പം ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടു, സപ്പോർട്ട് ചെയ്തു, അതിനെല്ലാം ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനിയും തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.